നമ്മുടെ വിഷയം എന്റെ യുവത്വം എന്റെ നാടിന് എന്നുള്ളതാണ്. എന്റെ യുവത്വം എന്റെ നാടിന്. നമ്മുടെ ജീവിതത്തിൽ വളരെ മർമ്മപ്രധാനമായ സമയമാണ് യുവത്വം എന്നുള്ളത്. നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചതുപോലെ യുവത്വം എന്ന് പറഞ്ഞാൽ ടീൻ ഏജ്, അത് ഫ്രം 13 to 19, 13 മുതൽ 19 വരെയല്ല. യുവത്വത്തെ കുറിച്ച് പല പണ്ഡിതന്മാരും ചർച്ച ചെയ്തിട്ടുണ്ട്, പലരും ഇതിനെ കുറിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇസ്ലാമികമായിട്ട് ഷാബ് എന്നൊക്കെ പറഞ്ഞാൽ ഫതൻ, യുവാക്കൾ, യുവാവ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഫ്രം അഡോളസൻ, നമ്മുടെ പ്രായപൂർത്തി മുതൽ 40 വയസ്സ് വരെയാണ്. പ്രായപൂർത്തി 15 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവരെ യുവതി യുവാക്കൾ എന്ന് വിളിക്കാം ഇസ്ലാമിക വീക്ഷണത്തിൽ. അപ്പോ ഈ യുവാക്കൾ, യുവത്വം എന്നതുകൊണ്ട് കല്യാണം കഴിക്കാത്ത 20ഉം 22ഉം പ്രായമുള്ള ചെറുപ്പക്കാർ മാത്രമല്ല, കല്യാണം കഴിഞ്ഞിട്ട് ഒരു 40 വയസ്സ് വരെയുള്ളവരൊക്കെ ഇസ്ലാമിക വീക്ഷണത്തിൽ യുവാക്കളിൽപ്പെട്ടു. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനവുമായിട്ട് മക്കയിലേക്ക് വന്നപ്പോ പ്രവാചകനെ സ്വീകരിച്ചത് യുവാക്കളായിരുന്നു. പണ്ഡിതന്മാർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ആ സമയത്ത് വയസ്സ് ഏകദേശം 37 വയസ്സായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് 27 വയസ്സായിരുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് 10 വയസ്സ് പോലും പൂർത്തിയായിട്ടില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു, ഉസാമ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, അങ്ങനെ തുടങ്ങി ഇസ്ലാമിക ചരിത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട പല സ്വഹാബാക്കളും ചെറുപ്പക്കാരായിരുന്നു. അത് തന്നെയായിരുന്നു ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് കാരണവും. അപ്പോ എങ്ങനെയാണ് ചെറുപ്പക്കാർ വളർന്നു വരേണ്ടത്? ആർക്കാണ് അതുകൊണ്ടുള്ള പ്രയോജനം? ആരാണ് ഇവരെ വളർത്തേണ്ടത്? അതാണ് നമ്മളിവിടെ പഠിക്കേണ്ടതും. എന്തിന് നമ്മുടെ യുവത്വത്തെ നമ്മൾ ആർക്ക് വേണ്ടി ചെലവഴിക്കണം എന്നാണ് നമ്മൾ ഈ സദസ്സിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. Every children born as prince and princess, their parents make them frogs. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചൊല്ലാണ്. Every children born as prince and princess. ലോകത്തുള്ള എല്ലാ എല്ലാ കുട്ടികളും, ലോകത്ത് ആരൊക്കെ ജനിച്ചു വീഴുന്നുണ്ടോ അവനൊക്കെ ജനിച്ചു വീഴുന്നത് രാജകുമാരന്മാരായിട്ടാണ്. ലോകത്ത് ഏതൊക്കെ പെണ്ണ് ജനിച്ചു വീഴുന്നുണ്ടോ അവളൊക്കെ ജനിച്ചു വീഴുന്നത് രാജകുമാരിയായിട്ടാണ്, പ്രിൻസ് ആൻഡ് പ്രിൻസസ്. ബട്ട് their parents make them frogs. അവരെ കിണറ്റിലെ തവളകളാക്കി മാറ്റുന്നത്, ഒന്നിനും കൊള്ളാത്ത, ഉപയോഗശൂന്യമായ, ആർക്കും ഉപകരിക്കാതെ, ആർക്കും ഇവരെക്കൊണ്ടൊരു പ്രയോജനമില്ലാത്ത ഒരു ചവറാക്കി മാറ്റുന്നത് അതവരുടെ രക്ഷിതാക്കളാണ്. അപ്പോൾ ഒരു മനുഷ്യന്റെ, ഒരു ചെറുപ്പക്കാരന്റെ ജീവിതത്തിലെ വിജയം അത് കണ്ടെത്തേണ്ടത് മാതാപിതാക്കളാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുട്ടികളും ജനിച്ചു വീഴുന്നത് വളരെ സുന്ദരമായ പ്രകൃതിയിലാണ്, വളരെ നല്ല അന്തരീക്ഷത്തിലാണ് എല്ലാ മുസ്ലിമീങ്ങളും എല്ലാ മനുഷ്യന്മാരും ജനിച്ചു വീഴുന്നത്. ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യാനിയാവട്ടെ, മജൂസിയാവട്ടെ, മുസ്ലിം ആവട്ടെ, ജനിച്ചു വീഴുന്നത് നല്ലൊരു പ്രകൃതിയിലാണ്. അവന്റെ മാതാപിതാക്കളാണ് അവനെ ക്രിസ്ത്യാനിയാക്കി മാറ്റുന്നത്. അതേപോലെ അവന്റെ ഉപ്പമാരാണ്, അവന്റെ മാതാപിതാക്കളാണ് ഒരു കുട്ടിയെ മുസ്ലിമാക്കി മാറ്റുന്നത്. ഒരു കുട്ടി പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അല്ലാഹു തആല ആഖിറത്തിൽ നരകം കൊണ്ട് ശിക്ഷിക്കുകയില്ല. ആഖിറത്തിൽ നരകം കൊണ്ട് ശിക്ഷിക്കൂല. സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലുള്ള സ്ഥലം അതേപോലെ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. സ്വർഗത്തിൽ നമ്മൾക്ക് വേണ്ടി നമ്മൾ നാളെ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ കുട്ടികൾ പാലിന്റെയും തേനിന്റെയും കോപ്പുകളുമായിട്ട് നമ്മൾക്ക് സംസാരിക്കാനും സമയം നേരം പോക്കിനും വേണ്ടി ചില കുട്ടികൾ കടന്നു വരുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. ആ കുട്ടികൾ പ്രായപൂർത്തിയെത്തുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയ കുട്ടികളാണെന്ന് പണ്ഡിതന്മാർ
പണ്ഡിതന്മാർ വളരെ വ്യക്തമായി നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ കുട്ടികളും ലോകത്തേക്ക് ജനിച്ചു വീഴുന്നത് രാജകുമാരന്മാരായിട്ടാണ്, രാജകുമാരികളായിട്ടാണ്. അവനെ വഴി പിഴപ്പിക്കുന്നത്, അവനെ നന്നാക്കുന്നത്, അവനെ വഴികേടിലാക്കുന്നത് ഉമ്മമാരും ഉപ്പമാരും ചേർന്നിട്ടാണ്. ഏതെങ്കിലും ഒരു കുട്ടി വഴികേടിലായി പോയാൽ, ഏതെങ്കിലും ഒരു കുട്ടി പരാജയത്തിന്റെ കയ്പുനീര് കുടിക്കേണ്ടി വന്നാൽ അതിന് പൂർണ്ണമായിട്ടും ഉത്തരവാദി അവന്റെ ഉപ്പയാണ്, അവന്റെ ഉമ്മയാണ്. അതുകൊണ്ട് ഇവിടെയുള്ള എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാനുള്ളത്, മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിച്ചു തരുന്നു, നിങ്ങൾക്കൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നിന്റെ കുട്ടിയെ നീ 7 വയസ്സ് വരെ നന്നായി കുട്ടികളോട് കളിക്കണമെന്നാണ്. അവിടെ ഞാൻ ഉപ്പയാണ്, ഞാൻ ഉമ്മയാണ് എന്ന് പറഞ്ഞിട്ട് മസിൽ പിടിക്കേണ്ട. അവിടെ എനിക്ക് തിരക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് നെവർമൈൻഡ് ചെയ്യരുത്. നിന്റെ മക്കളോട്, നിന്റെ മകളോട്, നിന്റെ മകനോട് നീ 7 വയസ്സ് വരെ കളിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പൊന്നാര പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയോട് കളിച്ച ചരിത്രം അനവധിയല്ലേ. സ്വഹാബാക്കളെ ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്ത് പ്രവാചകൻ സുജൂദിൽ തന്നെ കിടക്കുന്നു, സുജൂദിൽ നിന്ന് എണീച്ചു വരുന്നില്ല. സ്വഹാബാക്കൾ പേടിച്ചു പോയി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു പോയോ, സുജൂദിൽ തന്നെ വഫാത്തായി പോയോ എന്ന് സ്വഹാബാക്കൾ അറിയാതെ പേടിച്ചു പോയി. അങ്ങനെ ചില സ്വഹാബാക്കൾ തല ഉയർത്തി നോക്കിയെന്നും കാണാം. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞ ഉടനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടി ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ അവരിൽ നിന്നൊരാൾ എന്റെ തോളത്ത് കയറി നിന്നു. അവരെ ബുദ്ധിമുട്ടിക്കരുതെന്ന് ഞാൻ കരുതി. സുജൂദിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിസ്കാരത്തിലാണ്. അവരെ വേദനിപ്പിക്കരുതെന്ന് ഞാൻ കരുതി. എണീറ്റ് പോകുന്നത് വരെ ഞാൻ സുജൂദിൽ തന്നെ കിടന്നു. അങ്ങനെ കളിക്കാൻ പഠിപ്പിച്ച മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ ലോകത്തോട് വിട പറഞ്ഞ സമയത്ത് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിട്ടില്ലേ, നിങ്ങളെ തോളത്ത് വെച്ച് കളിപ്പിക്കാൻ ഇനി ആരാണുള്ളത്? ആ മഹാനായ മുത്തനബി മടങ്ങി വരില്ലല്ലോ. കുതിരയെ പോലെ കിടന്നു കൊടുത്തുകൊണ്ട് തോളത്ത് കയറ്റിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കളിപ്പിച്ചിട്ടില്ലേ? അപ്പൊ നിന്റെ മകനോട്, നിന്റെ മകളോട് 7 വയസ്സ് വരെ നീ കളിച്ചുകൊണ്ട് ജീവിക്കുക. അവിടെ ഉപ്പയാണെന്ന് പറഞ്ഞ് ഒരു പക്ഷേ നീ പള്ളിയുടെ സെക്രട്ടറി ആയിരിക്കാം, പഞ്ചായത്തിന്റെ മെമ്പറായിരിക്കാം, രാഷ്ട്രീയ നേതാക്കളായിരിക്കാം. പക്ഷെ നിന്റെ കുട്ടിയുടെ അടുത്തതൊന്നും നീ കാണിക്കേണ്ട. നീ കളിക്കണം. അവനോട് 7 വയസ്സ് വരെ അവന്റെ കൂടെ കുട്ടിയായി, അവന്റെ കൂടെ നീയും ഒരു കുട്ടിയായി കളിക്കണമെന്നല്ലേ പഠിപ്പിച്ചത്. 7 വയസ്സ് കഴിഞ്ഞാൽ പിന്നെയുള്ളത് 7 മുതൽ 14 വയസ്സ് വരെ. 14 വയസ്സ് വരെ നീ അവനും അദബ് പഠിപ്പിക്കാനാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ പണ്ഡിതന്മാര് നമ്മൾക്ക് പഠിപ്പിച്ചു തന്നത്. 7 വയസ്സ് കഴിഞ്ഞാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കാൻ മുത്തുനബി നമ്മോട് പഠിപ്പിച്ചിട്ടില്ലേ? അതുവരെ വേണ്ട, അതുവരെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കേണ്ട. 7 വയസ്സായി കഴിഞ്ഞാൽ നിസ്കാരം കൊണ്ട് നിങ്ങൾ കൽപ്പിക്കുക. അദ്ദിബൂ ഔലാദക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിക്കണേ. മക്കൾക്ക് 3 കാര്യം നിങ്ങൾ പഠിപ്പിക്കണം. ആരുണ്ട് ഇന്ന് പഠിപ്പിക്കുന്നത്? 3 കാര്യം നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിക്കണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? മക്കൾക്ക് മൊബൈൽ വാങ്ങിച്ചു കൊടുത്ത്, ടാബ് വാങ്ങിച്ചു കൊടുത്ത്, കമ്പ്യൂട്ടർ വാങ്ങിച്ചു കൊടുത്ത്, ലാപ്ടോപ്പ് വാങ്ങിച്ചു
എന്ന പാട്ട് പഠിപ്പിക്കാനല്ല പഠിപ്പിച്ചത്. ഇംഗ്ലീഷുകാര് പറഞ്ഞു വരുന്ന മാറുന്ന സംസ്കാരങ്ങൾ അവന്റെ ചെവികളിലേക്ക് തിരികെ കയറ്റാനല്ല അല്ലാഹുവിന്റെ റസൂൽ നമ്മോട് പഠിപ്പിച്ചത്. സല്ലല്ലാഹു അലൈഹി വസല്ലം 7 വയസ്സ് മുതൽ 14 വരെ അദബ് പഠിപ്പിച്ചു കൊടുക്കണം. എന്താണ് അദബ് പഠിപ്പിക്കേണ്ടത്? അദ്ദിബൂ ഔലാദക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് അദബ് പഠിപ്പിക്കണം. അലാ സലാസതി ഖിസ്വാൽ, ഒന്ന് ഹബ്ബി നബിയിക്കും, ലോകം തന്നെ പടക്കാൻ കാരണമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. ആര് പഠിപ്പിച്ചു? ഏത് ഉമ്മ പഠിപ്പിച്ചു നമ്മുടെ മക്കൾക്ക്? മോനെ, നീ നബിയെ സ്നേഹിക്കണമെന്ന് ആർക്കിവിടെ കൈ ഉയർത്താൻ പറ്റും? ആർക്കിവിടെ കൈ ഉയർത്തി പറയാൻ സാധിക്കും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടെന്ന്? മദ്രസയിലേക്ക് അയക്കും. 5 വയസ്സാകുമ്പോ മദ്രസയിൽ 1 മണിക്കൂർ ചെലവഴിച്ചാൽ, മദ്രസയിൽ 1.5 മണിക്കൂർ ചെലവഴിച്ചാൽ നമ്മുടെ മക്കൾ സൂഫിയാവും ഔലിയാക്കളുമായി മാറുമെന്ന് കരുതിയെങ്കിൽ തെറ്റി. അത് നിങ്ങളുടെ അതിമോഹമാണ്. നിങ്ങളുടെ കൈകളിലാണ് മക്കൾ സദാസമയവുമുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. 7 വയസ്സ് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. നിസ്കരിക്കാൻ പഠിപ്പിക്കണം. മൂത്തവരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കണം. ചെറിയവരെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. ഉസ്താദുമാരോട് മര്യാദയോടുകൂടി പെരുമാറാൻ പഠിപ്പിക്കണം. അത് നമ്മൾ കാണിച്ചു കൊടുക്കണം. മദ്രസയിലേക്ക് എത്തുന്ന നമ്മുടെ പിഞ്ചോമന കുട്ടികൾ മദ്രസയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ വീട്ടിൽ നിന്ന് ഉസ്താദുമാരെ തെറി പറയുന്ന രക്ഷിതാക്കൾ വീട്ടിലുണ്ടാവാൻ പാടില്ല. സ്കൂളിലേക്ക് പഠിപ്പിക്കാൻ അയച്ചിട്ട് തന്റെ പൊന്നാര മകന്റെ അക്ഷരം നുകർന്നു കൊടുക്കുന്ന അധ്യാപകരെ തെറി പറയുന്ന അവസ്ഥ നമ്മുടെ വീട്ടിലുണ്ടാവാൻ പാടില്ല. കള്ളം പറയുന്നെന്ന് പഠിപ്പിച്ചിട്ട് വീട്ടിൽ നിന്ന് ആരെങ്കിലും ഫോൺ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും പിരിവിന് വരുമ്പോൾ മോനെ ഉപ്പയില്ലെന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞിട്ട് കള്ളം പറയുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ആദ്യം റോൾ മോഡലാവണം. മക്കൾക്കുള്ള റോൾ മോഡൽ നമ്മളാവണം. എത്ര രക്ഷിതാക്കൾക്ക് സാധിക്കും? എത്ര ഉമ്മയ്ക്ക് സാധിക്കും? മോനെ, നീ എന്നെ പോലെ ആവണമെന്ന് പറയാൻ ആർക്ക് സാധിക്കും? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഉപ്പയ്ക്ക് മോനെ വിളിച്ചിട്ട് മോനെ നീ എന്നെ പോലെ ആവണമെന്ന് പറയാൻ ധൈര്യമുള്ള ഉപ്പയും ഉമ്മയും എത്രയുണ്ട് നമ്മുടെ ഈ സദസ്സിൽ? അങ്ങനെയാവണം നമ്മൾ. എന്നിട്ട് പറയുന്നു, പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാൻ പഠിപ്പിക്കണമെന്ന് ലോകത്തിന്റെ ഒരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളെ സ്നേഹിക്കാനും നബിയുടെ കുടുംബങ്ങളെ സ്നേഹിക്കാനും പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാനും പഠിപ്പിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 14 വയസ്സ് വരെ നമ്മളുടെ കൈകളിൽ വിരൽ ചേർത്ത് പിടിച്ചവന് തൂങ്ങിക്കളിക്കുന്ന സമയമാണത്. 14 വയസ്സ് വരെ. 14 വയസ്സ് കഴിഞ്ഞിട്ട് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ 21 വയസ്സ് വരെ പിന്നെയുള്ള 7 വർഷക്കാലം അവനോട് നീ ഒരു ഫ്രണ്ട് പോലെ, ഒരു ചങ്ങാതിയെ പോലെ അവനോട് പെരുമാറണമെന്ന് പണ്ഡിതന്മാര് പഠിപ്പിച്ചു തരിക.